ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല പങ്കാളിയായിട്ടുള്ള ആക്സിയം 4-ൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അതിന് ചെറിയൊരു തകരാർ സംഭവിച്ചിരിക്കുന്നത്. യാത്ര നീട്ടിവെച്ചോ ശരിക്കും? ഉറപ്പായിട്ടും ഇപ്പം അങ്ങനെയാണ് കിട്ടുന്ന വിവരം. കാര്യം ഇന്ന് വൈകിട്ട് 5:30 ഈ ആക്സിയം 4 വിക്ഷേപണം നടത്തും എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിക്ഷേപണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇവർക്ക് ഓരോ തരം പരിശോധനകൾ നടത്തുമല്ലോ ഈ ബഹിരാകാശ പേടകത്തിൽ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 7 സെക്കൻഡ് നീളുന്ന പോസ്റ്റ് സ്റ്റാറ്റിക് ഫയർ ബൂസ്റ്റർ ഇൻസ്പെക്ഷൻ, അതായത് ഇതിൻ്റെ ജ്വലിക്കുന്ന എന്തോ ഒരു സംഗതി, അതിൻ്റെ ഒരു പരിശോധന 7 സെക്കൻഡ് നീളുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഓക്സിജൻ ലീക്ക്, ലിക്വിഡ് ഓക്സിജൻ, അതായത് ഓക്സിജൻ നമ്മൾ വാതകമാണ്, പക്ഷേ ബഹിരാകാശ വാഹനങ്ങളിൽ അതൊക്കെ ദ്രവരൂപത്തിലായിരിക്കും സൂക്ഷിക്കുക. അതിനൊരു ലീക്ക് കണ്ടെത്തി. അപ്പോൾ ഇതൊരു ചെറിയൊരു തകരാറാണ്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഉടനെ തന്നെ അടുത്ത വിക്ഷേപണ ദിവസം അല്ലെങ്കിൽ സമയം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് സ്പേസ് എക്സ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത് ആക്സിയം 4 എന്നാണ് ഈ ദൗത്യത്തിൻ്റെ പേര്. ആക്സിയം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്. അവർ ISROയുമായും സ്പേസ് എക്സുമായും നാസയുമായും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ടും സഹകരിച്ചാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ശുഭാൻശു ശുക്ലയാണ് ഇതിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ളത്. കാരണം ശുഭാൻശു ശുക്ലയടക്കമുള്ള 4-അംഗ സംഘത്തെ ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായിട്ടാണ് ഈ ദൗത്യത്തെ ഇന്ത്യ കാണുന്നത്. കാരണം ശുഭാൻശു ശുക്ല ഇതിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഈ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്നതടക്കം, ഡോക്ക് എന്ന് വെച്ചാൽ കൂട്ടിയോജിപ്പിക്കുക, അതടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ശുഭാൻശു ശുക്ലയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയില്ലേ, അതായത് ഒരു കൃത്യമായ ആ സ്പോട്ടിലുള്ളൊരു പരിശീലനം കിട്ടൽ കൂടിയാണ് നമ്മുടെ ശുഭാൻശു ശുക്ലയ്ക്കുള്ളത്. ഞാൻ പറഞ്ഞു 4 പേരാണ് ഈ ദൗത്യത്തിലുള്ളത്. ശുഭാൻശു ശുക്ലയെ കൂടാതെ അമേരിക്കക്കാരനായ മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, ഹംഗറി സ്വദേശിയായ ടിബോർ കബു, പോളണ്ട് സ്വദേശിയായ സ്ലൊവേഷ് വിൻസിയോസ്കി, ഇത്രയും പേരാണ് ഈ ദൗത്യത്തിലുള്ളത്. ഇവർ 28 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഈ ബഹിരാകാശ നിലയത്തിലെത്തുക. അവിടെ ഇവർ 14 ദിവസം ചിലവഴിക്കും. അവിടെ ചില പരീക്ഷണങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മൈക്രോഗ്രാവിറ്റി, ലൈഫ് സയൻസ്, മെറ്റീരിയൽ സയൻസ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഭൗമോപരിതലത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ജീവപരിണാമങ്ങളും ഭൗമോപരിതലത്തിന് വെളിയിൽ ശൂന്യാകാശത്ത് ഏത് രീതിയിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ 14 ദിവസവും ചിലവഴിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ കഠിനമായ ഒരു ദൗത്യമാണ് ഇവർ ഏറ്റെടുക്കുന്നത്. കാരണം ഈ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ വിമാനയാത്ര പോലെ അത്ര സുഖകരമോ അത്ര ലളിതമോ അല്ല. വളരെ ദുർഘടം പിടിച്ച, വളരെ ജീവിതം തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള യാത്രയാണ്. അപ്പോൾ അതിനുവേണ്ടി കഠിനമായ പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യവും വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വിക്ഷേപണം മാറ്റിയത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ്. ഏതാണ്ട് 45% മഴയ്ക്കുള്ള സാധ്യതയും കാറ്റിൻ്റെ വേഗത കൂടുതലും കണക്കാക്കിയാണ് ചൊവ്വാഴ്ച നടക്കാനിരുന്ന വിക്ഷേപണം ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. പക്ഷേ ഇന്ന് അനുകൂലമായ കാലാവസ്ഥയെന്നായിരുന്നു സ്പേസ് എക്സ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് 85% കാലാവസ്ഥ അനുകൂലമാണ്, സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇന്ന് തന്നെ ഇത് ഉണ്ടാകുമെന്ന്. പക്ഷേ ഇങ്ങനെ ചെറിയൊരു പിഴവ് ഇപ്പോൾ കണ്ടെത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ വിക്ഷേപണം മാറ്റിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ശുഭാൻശു ശുക്ലയുടെ യാത്ര ഇത്ര നിർണായകമാകുന്ന, ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1941 ഇന്ത്യ രാകേഷ് ശർമ്മയെ ആദ്യമായി ബഹിരാകാശത്തേക്ക് അയച്ചത്. നീണ്ട കാലയളവ്, അതിനിടയിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നമുണ്ടായിരുന്നു. ഇതിന് സന്നദ്ധമായി വരുന്ന ബഹിരാകാശ യാത്രികരുടെ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ഒരു നിരയുടെ അഭാവം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ഇന്ത്യ സാങ്കേതികമായി ഒരുപാട് മുന്നോട്ട് വന്നു. ISROയുടെ മികവ് ലോകം അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനോട് താല്പര്യപ്പെട്ടു വരുന്നവരുടെ എണ്ണം വല്ലാണ്ട് കൂടി. ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചപ്പോൾ ഏതാണ്ട് 1000-ഓളം പേരാണ് അതിൽ പങ്കാളികളാകാൻ വേണ്ടി ഈ ബഹിരാകാശ യാത്രയ്ക്ക് സന്നദ്ധമാണെന്ന തരത്തിൽ മുൻപോട്ട് വന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് ശുഭാൻശു ശുക്ല. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനും ഇതിലുണ്ട്, നടി ലെനയുടെ ഭർത്താവ്. അപ്പോൾ ഇവർ ഇതിനോടകം തന്നെ കഠിനമായ നിരവധി പരിശീലന മുറകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗഗൻയാനിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദൗത്യം
ശുഭാൻഷു ശുക്ലയുടെ കയ്യിലേക്ക് വരുന്നത്. അദ്ദേഹം ഇതിൽ പങ്കാളിയാകുകയും ചെയ്തു. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ, അതായത് ഈ പേടകത്തെ നയിക്കുന്നത് തന്നെ ശുഭാൻഷു ശുക്ലയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഈ ദൗത്യം നിർണായകമാകുന്നത് ഇന്ത്യ 2040 ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ശ്രമങ്ങൾ നടത്തുകയാണ്. ഗഗൻയാൻ എന്ന് പറയുന്ന ബഹിരാകാശത്തേക്ക് നമ്മുടെ ഇന്ത്യൻ സഞ്ചാരികളെ എത്തിക്കുന്നതെങ്കിൽ 2040 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനായിട്ടുള്ള ദൗത്യം ഇന്ത്യ നടത്തുമെന്നാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പറ്റുമോ എന്നും ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചെറിയൊരു തകരാറ് മാത്രമേ ഉള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഉടനടി പരിഹരിക്കും. പേടകം ഉടനെ തന്നെ വിക്ഷേപണത്തിന് സജ്ജമാകും. ചരിത്രം വലിയ താമസമില്ലാതെ പിറക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അതായത് നമ്മളുടെ ഗഗൻയാൻ പദ്ധതി വളരെ സ്വപ്നങ്ങളോടുകൂടി ഇന്ത്യ കാണുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ, അതായത് ഈ ബഹിരാകാശ യാത്ര വിജയമായി കഴിയുമ്പോഴത്തേക്കും തന്നെ, അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇന്ത്യക്ക് അഭിമാന നേട്ടമാണത്. അതിൻ്റെ തുടർച്ചയായിട്ട് നിരവധി പദ്ധതികൾ ഇന്ത്യക്ക് നടപ്പിലാക്കാൻ കഴിയും. സ്വന്തമായി ഈ പറയുന്ന ബഹിരാകാശ യാത്രകൾ നടത്തുന്ന യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം തുലവും കുറവാണ്, വളരെ കുറവാണ്. അതിനുള്ള ശേഷി ആർജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ നേട്ടം പ്രാപ്തമാക്കുന്നതിന് തുല്യമാണ്. നമുക്കറിയാം, ഈ പറയുന്ന ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് ISRO അടക്കം നമ്മളുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കാറുള്ളത്. ISRO തുടങ്ങി നമ്മുടെ പല ഈ പറയുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളടക്കം, അതായത് നമ്മളുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഇതെല്ലാം കൂടെ സംയോജിതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് ഈ പറയുന്ന ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം തന്നെ ചെയ്യാറുള്ളത്. അവിടെ വൻ വിജയം ഇന്ത്യ നേടിക്കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ ഈ പറയുന്ന വാണിജ്യ അടിസ്ഥാനത്തിൽ ISRO ബഹിരാകാശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇന്ത്യയാണ് ഏൽപ്പിക്കുന്നത്, ഞങ്ങളുടെ ഉപഗ്രഹം കൂടി ഒന്ന് വിക്ഷേപിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ നേട്ടം കൈവരിച്ച ഒരു രാജ്യത്തിന് ഗഗൻയാൻ പോലൊരു മിഷൻ പൂർത്തിയാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഗഗൻയാൻ മിഷൻ സക്സസ് ആവുന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യ അതിവിപുലമായ മറ്റ് മിഷനുകളിലേക്ക് കടക്കും. അതായത് നമുക്ക് ബാക്കിയുണ്ട്, ഇനിയും എത്രയോ മിഷനുകൾ ബാക്കിയുണ്ട്. മൂൺ മിഷൻ അടക്കം ഇന്ത്യക്ക് ബാക്കിയുള്ളതാണ്. ഇന്ത്യക്കാരെ ചന്ദ്രനിലേക്ക് അയക്കുക എന്നുള്ള ഇന്ത്യയുടെ തനതായിട്ടുള്ള പദ്ധതികളിലേക്ക്, അത് ഭാവിയിൽ ഇന്ത്യ കാണുന്ന പദ്ധതികളാണ്. ഇതിലെല്ലാത്തിലേക്കും ഇന്ത്യ ഉയരും. അതിന് വലിയ താമസമില്ല എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഈ ആക്സിയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്പേസ് എക്സിലൂടെ ഗഗൻയാൻ യാത്രയുടെ ഒന്നാം ഘട്ടം ആയിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കിക്കൂടെ? ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മൾ ഒരു ദൗത്യത്തിന് തയ്യാറെടുക്കുന്നു, ആ ദൗത്യം നയിക്കേണ്ടയാൾ മറ്റൊരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന അനുഭവ സമ്പത്ത് വളരെ വിലപ്പെട്ടതാണ്. ഇന്ത്യ സ്വന്തമായി ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ശുഭാൻഷു ശുക്ലയുടെ സാന്നിധ്യം തന്നെ വളരെ നിർണായകമാണ്. അദ്ദേഹം ഈ ദൗത്യം പൂർത്തിയാക്കി അവിടുന്ന് കിട്ടുന്ന അനുഭവ സമ്പത്തായിരിക്കണം നമ്മുടെ ഈ ഗഗൻയാൻ ദൗത്യത്തിന് മുതൽക്കൂട്ടാവുന്നത്. അതുകൂടാതെ ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ ISROയെ സംബന്ധിച്ച് ഈ വിജയം മാത്രമല്ല, ചെലവ് കുറഞ്ഞ രീതിയിൽ വിജയം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ നമിക്കേണ്ടത്. കാരണം അവർ ഈ നാസയും സ്പേസ് എക്സും ഒക്കെ കോടിക്കണക്കിന് രൂപ പ്രതിഫലം ഓഫർ ചെയ്ത് ഇവരെ ക്ഷണിക്കാറുണ്ട്. പക്ഷെ അവർ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വലിയൊരു വിഭാഗം ISROയുടെ കൂടെയുണ്ട്. അതുകൂടാതെ നമ്മൾ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ISROയെ ഈ ഒരു വലിയ നേട്ടങ്ങളിലേക്ക് പ്രാപ്തമാക്കുന്നത്. നമ്മൾ മംഗൾയാൻ പദ്ധതി, ചിന്തിക്കുക പോലും സാധ്യമല്ലാത്ത ഒരു മംഗൾയാൻ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ്. ചന്ദ്രനിൽ അതിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ വിജയകരമായി ഇപ്പോൾ റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ പോലും വളരെ പണിപ്പെട്ട് പൂർത്തിയാക്കിയ ആ ദൗത്യത്തിൽ പോലും ഇന്ത്യ വലിയ താമസമില്ലാണ്ട് എത്തിപ്പെട്ടു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതെല്ലാം സാധ്യമായെങ്കിൽ ഇനി ഗഗൻയാനും അതിൻ്റെ ആ ഒരു വഴിയിൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ പടിയാണ് ഇപ്പോൾ ഈ ആക്സിയം 4. അതും വിജയകരമായി പൂർത്തിയാക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ശുഭാൻഷു ശുക്ല ആ അനുഭവ സമ്പത്തുകളുമായി ഇന്ത്യയിലേക്ക് എത്തി ഈ ഗഗൻയാൻ്റെ ആ ദൗത്യവും ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.